ADGP വിവാദത്തിൽ CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഒറ്റപ്പെട്ട സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കെ പ്രകാശ് ബാബു ജനയുഗത്തിൽ ലേഖനം എഴുതിയതിനെ വിമർശിച്ച ബിനോയ് വിശ്വത്തോട് മറ്റംഗങ്ങൾ യോജിച്ചില്ല. എല്ലാവരും വക്താക്കളാകേണ്ട എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. എന്നാൽ CPI നിലപാട് സാധൂകരിക്കുകയാണ് കെ പ്രകാശ് ബാബു ചെയ്തതെന്ന് ഭൂരിഭാഗം അംഗങ്ങളും അഭിപ്രായപ്പെട്ടു. പാർട്ടി സെക്രട്ടറി ആരും ഒറ്റപ്പെടുത്തിയിട്ടില്ലെന്നും ആരോഗ്യകരമായ ചർച്ചകളാണ് പാർട്ടി യോഗങ്ങളിൽ നടക്കുന്നതെന്നും മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. CPI എടുത്ത നിലപാട് തന്നെ സാധ്യമാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ആ നിലപാടുമായിട്ട് തന്നെ പാർട്ടി മുന്നോട്ട് പോകല്ലേ. ആരൊക്കെയാണോ പാർട്ടി ചുമതലപ്പെടുത്തുന്നത് അവരെല്ലാവരും പറയും. അതിനൊരു പ്രയാസമില്ല. ആര് പറഞ്ഞാലും പാർട്ടിയുടെ നിലപാടായിരിക്കും. അങ്ങനെ പാർട്ടി സെക്രട്ടറി ഒറ്റപ്പെടുത്താനുള്ളൊരു നയമുണ്ടായാൽ പിന്നെ പാർട്ടിയുടെ സെക്രട്ടറി ആയത് എങ്ങനെയാണ് തുടരുക? അങ്ങനെ ഒരു നിലപാടും അങ്ങനെ ഒരു സംഭവവും പാർട്ടിക്കകത്തുണ്ടായിട്ടില്ല. ആരോഗ്യപരമായ ചർച്ചകൾ നടത്തും. പാർട്ടി പൊതുവായിട്ടുള്ള അഭിപ്രായം സ്വരൂപിക്കും. അഭിപ്രായങ്ങൾ പാർട്ടി സെക്രട്ടറി നിങ്ങളോട് പറയും. അജീഷ് ജയകുമാറും തനേഷ് തമ്പിയും തത്സമയം വിശദാംശങ്ങളുമായി. അജീഷ് ജയകുമാറിലേക്ക് ആദ്യം. അജീഷ്, ഇപ്പോൾ ഈ കാര്യത്തിൽ എന്ത് വിമർശനം ആണ് ബിനോയ് വിശ്വം ഉന്നയിച്ചത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിന് മറ്റംഗങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? കാര്യമായ പ്രതികരണം ഉണ്ടായില്ല എന്നതാണോ? അനുജ, ഈ ADGP RSS കൂടിക്കാഴ്ചയിൽ കടുത്ത നിലപാടെടുത്ത ആളാണ് ദേശീയ നിർവാഹക സമിതി അംഗമായ പ്രകാശ് ബാബു. ആദ്യം തന്നെ മാധ്യമങ്ങളോടക്കം സംസാരിക്കുമ്പോൾ ഈ വിഷയത്തിൽ ഇതൊരു അന്വേഷണം നടത്തി റിപ്പോർട്ട് വന്നതിന് ശേഷം നടപടിയെടുക്കേണ്ട വിഷയമല്ലെന്നും ഒരു രാഷ്ട്രീയ വിഷയമാണെന്നും ആദ്യം പറഞ്ഞത് പ്രകാശ് ബാബു ആയിരുന്നു. അതിനുശേഷമാണ് ADGP നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനയുഗത്തിൽ ലേഖനവും എഴുതിയത്. ഈ ലേഖനത്തിനെതിരെയാണ്, ഈ പ്രതികരണത്തിനെതിരെയാണ് കഴിഞ്ഞ ദിവസം നേതൃയോഗത്തിൽ ബിനോയ് വിശ്വം വിമർശിച്ച് അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചത്. പറഞ്ഞത് പാർട്ടിക്ക് ഒരു വക്താവ് മതി, പാർട്ടിയുടെ അഭിപ്രായം സംസ്ഥാന സെക്രട്ടറിയാണ് പറയേണ്ടത്, അത് മറ്റാരും പറയേണ്ട എന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ വിമർശനം. എന്നാൽ പ്രകാശ് ബാബു ഇതിൽ മറുപടിയായി പറഞ്ഞത് സംസ്ഥാന സെക്രട്ടറിയോട് അഭിപ്രായം ചോദിച്ച ശേഷമാണ് താൻ ലേഖനം എഴുതിയതെന്നും ഈ തൻ്റെ അഭിപ്രായം സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാടിനെ കൂടുതൽ ശക്തമാക്കുകയേ ചെയ്യുള്ളൂ എന്നുമായിരുന്നു പ്രകാശ് ബാബു നേതൃയോഗത്തിൽ പറഞ്ഞത്. ഇത് മറ്റംഗങ്ങളും ഇതിനോട് ഐക്യപ്പെടുകയായിരുന്നു ചെയ്തത്. പ്രകാശ് ബാബുവിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെയാണ് ഇന്നലെ നടന്ന നേതൃയോഗത്തിൽ സംഭവിച്ചത്. ഇന്ന് മന്ത്രി കെ രാജനും ഈ സംഭവങ്ങൾ സ്ഥിരീകരിക്കുകയുണ്ടായി. അതായത് അങ്ങനെ ഏതെങ്കിലും സംസ്ഥാന സെക്രട്ടറി മാത്രം പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞതുകൊണ്ട് പാർട്ടിയുടെ നിലപാട് മാറുകയില്ല. പാർട്ടി തുടക്കം മുതൽ എടുത്ത നിലപാട് അത് ശക്തമായി തന്നെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ഈ മുഖ്യമന്ത്രിയുമായി AKG സെന്ററിൽ ബിനോയ് വിശ്വം നടത്തിയ കൂടിക്കാഴ്ചയിലും ഇക്കാര്യങ്ങൾ, അതായത് ADGP നീക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ച് നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നേതൃയോഗത്തിൽ ബിനോയ് വിശ്വം ഇക്കാര്യം പാർട്ടിയോട് വിശദീകരിക്കുകയും ചെയ്തു. എന്തായാലും നിയമസഭയിൽ പാർട്ടി ഒറ്റക്കെട്ടായി നിൽക്കാനുള്ള തീരുമാനമാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നേതൃയോഗത്തിൽ അറിയിച്ചിട്ടുള്ളത്. പാർട്ടിക്കെതിരെയുള്ള സർക്കാരിനെതിരെയുള്ള നീക്കങ്ങൾ അത് ഒരുമിച്ച് പ്രതിരോധിക്കണം, അല്ലാതെ CPI മാറി നിൽക്കേണ്ട ഒരു ആവശ്യമില്ലെന്നും കഴിഞ്ഞ ദിവസം നേതൃയോഗത്തിൽ ബിനോയ് വിശ്വം പറയുകയുണ്ടായി. തനേഷ് തമ്പി കൂടിയുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. തനേഷ്, ഇപ്പോൾ CPIയിലെ നേതൃതലത്തിലൊക്കെയുള്ള ഭിന്നത എന്നുള്ളത് പുതിയൊരു കാര്യമല്ല. ഇപ്പോൾ ഈ ഒരിക്കൽ കൂടി അത് മറനീക്കി പുറത്തു വരുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒറ്റപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ ബിനോയ് വിശ്വം ഒറ്റപ്പെട്ടിട്ടില്ല എന്നൊക്കെ കെ രാജൻ പറയുമ്പോൾ പോലും ഈ വിഷയത്തിൽ ആ തരത്തിലേക്കൊരു അഭിപ്രായ ഭിന്നത അവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ നിലപാട് ഒന്നായിരിക്കാം, എന്നാൽ മറ്റു ചില കാര്യങ്ങളിൽ അവിടെ ഒരു ഭിന്നാഭിപ്രായം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അനുജ, കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം വരെയും കാനം രാജേന്ദ്രന്റെ വിശ്വസ്തനായിരുന്നു കെ പ്രകാശ് ബാബു. ആ ഘട്ടത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയൊക്കെയായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. സംസ്ഥാന നേതൃത്വ നിരയിലെ ഏറ്റവും പ്രമുഖനായ നേതാവായിരുന്നു. പക്ഷേ അതിനുശേഷം കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ കാനം രാജേന്ദ്രനെതിരെ കെ പ്രകാശ് ബാബു മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരികയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുകയും അത് കാനത്തെ പ്രകോപിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം വലിയ രീതിയിലുള്ള ഒരു അടുപ്പം രണ്ട് നേതാക്കൾക്കിടയിലും ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറിയായി വരുന്നത്. കാനം രാജേന്ദ്രന്റെ മരണത്തിന് ശേഷം ബിനോയ് വിശ്വം അധികാരത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ തുടർന്നിരുന്നത് പോലെ തന്നെ പ്രകാശ് ബാബുവിന് എതിരെ ഉള്ള നീക്കങ്ങൾ വളരെ സജീവമായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പ്രകാശ് ബാബു അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ പ്രകാശ് ബാബുവിന് അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനുള്ള സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ അതിൽ കൃത്യമായ അസ്വസ്ഥത ഓരോ ഘട്ടത്തിലും സംസ്ഥാന നേതൃത്വം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ബിനോയ് വിശ്വം മറ്റു നേതാക്കൾ സംസ്ഥാന കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നതിനോട് നേരത്തെ മുതൽ തന്നെ മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചു. നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ ദേശീയ നേതാവ് ആനി രാജ കേരളത്തിലെ ആഭ്യന്തര മന്ത്രാലയത്തെ വിമർശിച്ച് രംഗത്ത് വന്നപ്പോൾ അതിനെതിരെ നിലപാട് സ്വീകരിച്ചയാളാണ് ബിനോയ് വിശ്വം. സംസ്ഥാനത്തിലെ കാര്യങ്ങൾ സംസ്ഥാനത്തിൻ്റെ നേതാക്കൾ പറയും എന്നുള്ളതായിരുന്നു അദ്ദേഹം എടുത്തിരുന്ന സമീപനം. അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു വലിയ വിവാദം വരുന്നതിൽ CPI ഒരു നിലപാട് സ്വീകരിക്കുന്നു. ADGP MR അജിത് കുമാറിനെ മാറ്റണം എന്നുള്ളതാണ് അസന്നിഗ്ധമായി CPI പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ അക്കാര്യത്തിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം തനിക്ക് മാത്രമാണ് ഉള്ളത് എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ ബിനോയ് വിശ്വം എടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ അങ്ങനെ ഒരു നിലപാട് സാധാരണ നമുക്കറിയാം CPIയുടെ പ്രധാന നേതാവ് അല്ലെങ്കിൽ പ്രധാന വ്യക്തി
എന്ന് പറയുന്നത് സംസ്ഥാന സെക്രട്ടറി തന്നെയാണ്. എങ്കിൽ പോലും അസിസ്റ്റന്റ് സെക്രട്ടറിമാരുണ്ട്, മറ്റ് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കളുണ്ട്. അവരൊക്കെ ഇക്കാര്യങ്ങളിൽ അഭിപ്രായം പറയുകയും സംസ്ഥാന സർക്കാരിനെ വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്ന പാരമ്പര്യമാണ് ഓരോ ഘട്ടത്തിലും ഉണ്ടായിട്ടുള്ളത്. ഈ CPIM-നെതിരെ ഏറ്റവും വലിയ വിമർശനങ്ങൾ, പ്രത്യേകിച്ച് ഈ PR ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുള്ള ആദ്യ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് CPI ആണ്. അതുപോലെ തന്നെ മറ്റ് പല ഘട്ടങ്ങളിലും ഈ അഡ്ജസ്റ്റ്മെന്റ് സമരങ്ങൾ എന്നുള്ള ഒരു പ്രയോഗം തന്നെ അത് പ്രകാശ് ബാബു തന്നെയാണ് മുൻപ് ഉന്നയിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ നേതാക്കളൊക്കെ CPIക്ക് വേണ്ടി അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തുന്നുണ്ട്. പക്ഷേ അതിൽ വലിയ അസഹിഷ്ണുത പ്രകടിപ്പിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി രംഗത്ത് വരുന്നു എന്നുള്ളത് ആദ്യമായിട്ടാണ്. ഇത്തരത്തിലുള്ള ചർച്ചകൾ വളരെ നല്ല രീതിയിൽ, അതായത് പോസിറ്റീവായിട്ടാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് അല്പം മുൻപ് K. രാജൻ പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് അജീഷ് ജയകുമാർ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഈ സംസ്ഥാന എക്സിക്യൂട്ടീവിനകത്ത് നടന്നിട്ടുള്ളത്. അംഗങ്ങൾ ആരും സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാടിനോട് യോജിച്ചില്ല. കാരണം സംസ്ഥാന സെക്രട്ടറിയോട് കൂടി ചോദിച്ചിട്ടാണ് ജനയുഗത്തിൽ ഒരു ലേഖനം പ്രകാശ് ബാബു എഴുതിയത്. ആ ലേഖനം അതിനിശിതമായ വിമർശനം, ഒരുപക്ഷെ ബിനോയ് വിശ്വം ഉന്നയിച്ചതിനേക്കാൾ ശക്തമായ ഭാഷയിലാണ് ADGPയെ മാറ്റണം എന്ന CPIയുടെ നിലപാട് പ്രകാശ് ബാബു പറഞ്ഞത്. അത് തന്നെയായിരിക്കാം ഒരുപക്ഷെ ബിനോയ് വിശ്വത്തെ പ്രകോപിപ്പിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് പാർട്ടി നേതൃതലത്തിൽ നിന്ന് അല്ലെങ്കിൽ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ നിലയിലുള്ള വിലയിരുത്തലാണ് പൊതുവിലുള്ളത്. എന്തായാലും CPI തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിൽ ഉന്നയിച്ചിരുന്ന നിലപാട് എന്ത്, അത് തന്നെയാണ് പ്രകാശ് ബാബുവും അദ്ദേഹത്തിന്റെ ലേഖനത്തിലൂടെയും മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുമ്പോഴും ഒക്കെ വിശദീകരിച്ചിരുന്നത്. പക്ഷേ അതിലിപ്പോൾ പ്രകോപിതനായിരിക്കുന്നു എന്ന് തന്നെ പറയണം ബിനോയ് വിശ്വം.